വിശ്വാസയോഗ്യമല്ലെന്ന് LDF-ഉം UDF-ഉം 2014-ലും 2019-ലും ഉണ്ടായ മോദി തരംഗം ഇത്തവണ ഇല്ലെന്ന് AK ബാലൻ. കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കില്ലെന്ന് രമേശ് ചെന്നിത്തല. എക്സിറ്റ് പോൾ ഫലത്തിൽ BJPക്ക് നാളെ കൂടി സന്തോഷിക്കാമെന്ന് K മുരളീധരൻ. എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് പിന്നാലെ ആത്മവിശ്വാസത്തിൽ BJP. പുതിയ സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടികൾ ചർച്ച ചെയ്യാൻ യോഗം വിളിച്ച് പ്രധാനമന്ത്രി. എക്സിറ്റ് പോൾ ഫലം മോദി മീഡിയ പോൾ എന്ന് രാഹുൽ ഗാന്ധി. മുസ്ലിം ലീഗിലേക്ക് എന്ന പ്രചാരണം തള്ളി അഹമ്മദ് ദേവർകോവിൽ. നുണപ്രചാരണം നടത്തുന്നത് INL പുറത്താക്കിയവർ. എന്നെ തകർക്കാൻ, എൻ്റെ ഇമേജിനെ തകർക്കാൻ എൻ്റെ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ ആളുകൾ ശ്രമിച്ചിട്ടുണ്ട്. ഞാനെന്തിന് വേറെ പാർട്ടി പോകണം? എൻ്റെ പാർട്ടിയെ ശക്തിപ്പെടുത്താനും വേണമെങ്കിൽ മുസ്ലിം ലീഗുകാർക്ക് ഇങ്ങോട്ട് വരാനുള്ള വാതിലുകൾ തുറന്നു വെച്ചിട്ടുണ്ട്. വ്യാജ പ്രചാരണത്തിന് പിന്നിൽ ഗതികിട്ടാ പ്രേതങ്ങളെന്ന് INL. ദേവർകോവിലിന് മുന്നണിയിലുള്ള സ്വീകാര്യത ചിലരുടെ ഉറക്കം കെടുത്തുന്നുവെന്നും. പുതിയ അധ്യയന വർഷത്തിൽ നാളെ തുടക്കം. ആദ്യാക്ഷരം കുറിക്കാൻ 3 ലക്ഷത്തോളം കുട്ടികൾ. പ്രവേശനോത്സവം എറണാകുളത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ വിലയിരുത്തി വിദ്യാഭ്യാസ മന്ത്രി. അൺഎയ്ഡഡ് സ്കൂളുകളിലെ ഫീസ് ഘടന ഏകീകരിക്കുമെന്നും മന്ത്രി. പൂക്കോട്ടെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ മാതാപിതാക്കൾ ജുഡീഷ്യൽ കമ്മീഷന് മുന്നിൽ മൊഴി നൽകി. സംഭവം മറച്ചുവെച്ച അധികാരികൾക്കെതിരെ നടപടി വേണമെന്ന് മാതാപിതാക്കൾ. പ്രതികൾക്ക് ജാമ്യം ലഭിച്ചത് കേസിനെ ബാധിക്കുമോ എന്ന് ആശങ്കയെന്നും സിദ്ധാർത്ഥിന്റെ പിതാവ്. അരുണാചൽ പ്രദേശിൽ BJPക്ക് തുടർ ഭരണം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം കടന്നു. സിക്കിമിൽ 2ാം വട്ടവും ക്രാന്തികാരി മോർച്ച. 2020 ലോകകപ്പിൽ ആദ്യ വിജയം സ്വന്തമാക്കി അമേരിക്ക. കാനഡയ്ക്കെതിരായ മത്സരത്തിൽ 7 വിക്കറ്റ് ജയം. വെസ്റ്റ് ഇൻഡീസ് പപ്പുവ ന്യൂ ഗുനിയ പോരാട്ടം രാത്രി 8-ന്.